നിർത്തി പോകണം. 2 മാസം ഞങ്ങളിത് എന്താണ് ഇതിനെ പ്രശ്നമെന്നുള്ളത് പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമരം നിർത്തി പോവുക എന്നുള്ളൊരു സജഷനാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ഈ റേഷ്യോ കുറയ്ക്കുക എന്നുള്ളൊരു ആവശ്യം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മുതൽ നമ്മൾ ഉയർത്തുന്ന ഒരു വിഷയമാണ്. അതിനകത്ത് അനുകൂല നിലപാട് അന്ന് പ്രതിപക്ഷമായിരിക്കെ എടുക്കുകയും നിലവിൽ ഭരണത്തിലെത്തുമ്പോൾ മറു നിലപാടെടുക്കുകയും ചെയ്യുന്നത് എന്ത് യുക്തിസഹമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇതിനെക്കുറിച്ച് ഒരുപാട് മാറി മാറി വന്ന ഡയറക്ടർമാർ, വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ 3 പേരും ഇതിനെക്കുറിച്ച് പഠിക്കുകയും റേഷ്യോ കുറയ്ക്കുക അല്ലാതെ വേറെ മാർഗമില്ല എന്ന് സജസ്റ്റ് ചെയ്യുകയും തുടർന്ന് നമ്മുടെ വിദ്യാഭ്യാസ സെക്രട്ടറി തന്നെ, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും അതേ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും അത് നടപ്പിലാക്കാൻ ഇവർ തയ്യാറല്ല. മറിച്ച് വീണ്ടും പഠിക്കണം, ഇതിനെക്കുറിച്ച് ഇനിയും പഠിക്കണം. പുതിയ ഗവൺമെൻറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന മന്ത്രിമാർ മാറി എന്നല്ലാതെ അതിനകത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു മാറ്റവും ഇല്ല. ഇതെല്ലാം അറിയുന്ന ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. ഈ സ്റ്റഡി ചെയ്യുന്നതും ഇത്തരം ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ആക്ഷൻ ഉണ്ടാക്കാൻ ഇത്രയും കാലതാമസം എന്തിനാണ്? ഞങ്ങളുടെ സമരത്തെ, ആളിക്കത്തുന്ന ഈ സമരത്തെ കെടുത്താനുള്ള ഒരു നടപടിയായി മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നിയിട്ടുള്ളൂ. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ലക്ഷ്യം വിട്ട് പിന്മാറില്ല. ആദ്യം റിലേ നിരാഹാരം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സമരം ഇത്രയും ദിവസം കൊണ്ടുപോയത്. ഇനി ഞങ്ങൾക്ക് സമരമുറ പയറ്റാനില്ല. ആയതുകൊണ്ട് തന്നെ ഇനി മരണം വരെയുള്ള നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് കടക്കുകയാണ്. ഇതല്ലാതെ വേറെ മാർഗങ്ങളില്ല. ഈ സർക്കാരിന് മുന്നിൽ ഇനി ജീവൻ പൊലിഞ്ഞാൽ മാത്രമേ ജോലി കിട്ടൂ എന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ്. ഇതിലപ്പുറമുള്ള ഒരു സമരമുറയെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. ഗാന്ധി സ്വീകരിച്ച ഈ നിരാഹാര സത്യാഗ്രഹവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. ഇല്ല, ഞങ്ങൾ ഉറപ്പ് ചോദിച്ചായിരുന്നു. ഇതിനകത്ത് കൃത്യമായ നിലപാടെടുക്കും, ഞങ്ങൾക്ക് നീതി കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളൊരു വാഗ്ദാനം നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണം. അതിന് സാധ്യമല്ല. അതേപോലെ ഈ ഒരു ആവശ്യം അവഗണിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞ എന്തെന്ന് വെച്ചാൽ, ഈ സർക്കാരിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞങ്ങൾ ഇതേ ചെയ്യുള്ളൂ. 2 മാസം ഞങ്ങൾക്ക് സമയം വേണം. ആ സമയത്തിനുള്ളിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആലോചിക്കാം എന്നല്ലാതെ ഒരു ഉറപ്പ് ഇതുവരെ തരുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ചോദിച്ചൊരു കാര്യം, സാർ നിങ്ങളൊരു മറുപടി തരണം. അതായത് ഇത് ഞങ്ങൾക്ക് ജോലി കിട്ടാൻ ഉതകുന്ന രീതിയിലുള്ള നടപടിയെങ്കിലും സ്വീകരിക്കുമെന്നുള്ളൊരു മറുപടി തരണം. അതിനും അദ്ദേഹം തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ വിശ്വാസം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഗവൺമെൻറ്റിനെ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അങ്ങനെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു ജീവൻ പൊലിയുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്തൊരു ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് ഈ സമരസമിതിക്ക് പറയാനായിട്ടുള്ളത്. ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെന്നുള്ള കാര്യം മുഖ്യമന്ത്രി അറിയിച്ചു കൂടിക്കാഴ്ചയ്ക്ക്? അല്ല, ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്കിത് തുടർന്ന് പോവുകയല്ലാതെ വേറെ വഴിയില്ല. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. അതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അതായത് ഒരു കൃത്യമായിട്ടുള്ളൊരു നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. 2 മാസം സമയത്തിനുള്ളിൽ ഈ മറുപടി ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് ജോലി വേണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് ഉതകുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് പരിശോധിച്ച് നടപടി എടുക്കും. മാക്സിമം ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്താണ്, നിങ്ങൾക്ക് ഫേവറായിട്ടുള്ള കാര്യം ചെയ്തു തരും എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ മുഖ്യമന്ത്രിയോടുള്ള കൂടിക്കാഴ്ചക്കൊപ്പം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ആരെങ്കിലും ഉണ്ടായിരുന്നു? ഞങ്ങൾ അവിടെ എത്തുന്നതിന് കുറച്ച് മുൻപ് വിദ്യാഭ്യാസ മന്ത്രിയും അതുപോലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ഇവരുമായിട്ടുള്ള കൂടിക്കാഴ്ച അതിനകത്ത് അവർ നടത്തിയിട്ടുണ്ട്. അല്ലാതെ അതിന് മുൻപ്, അതിന് തൊട്ട് തലേ ദിവസമാണ് നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടത്. അദ്ദേഹത്തോട് ഈ 2 മാസത്തെ സമയം ആവശ്യപ്പെടാൻ പറഞ്ഞത് CM ആണെന്ന് തന്നെയാണ് സീമ പറഞ്ഞത് നമ്മളോട്. സീമ പറഞ്ഞിട്ടാണ് അദ്ദേഹവും 2 മാസം സമയം വേണം എന്നുള്ളൊരു ആവശ്യം പറഞ്ഞത്. അല്ല, ഈ റിലേ ആയിരുന്നു. ഞങ്ങൾ ഇത്രയും കാലം റിലേ ആയിരുന്നു. നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന വ്യക്തി ക്ഷീണിതയാവുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്നു. ഇനി അങ്ങനെയല്ല ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഒരു നടപടി ഉണ്ടാവുന്നത് വരെ ഇത് നിരാഹാര സത്യാഗ്രഹം തന്നെ ആയിരിക്കും. ഒരാളാണ് ഇരിക്കാൻ പോകുന്നത്. അതിനകത്ത് ഇനിയിപ്പോൾ മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും അത് ഇത്രയും ജീവിതങ്ങൾ രക്ഷപ്പെടുമെങ്കിൽ അതിനും തയ്യാറായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.